കേരളത്തിൽ പുതിയ പോലീസ് മേധാവി വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തർ അതിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയുള്ള പുതിയ ഒരു പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന് തന്നെ. ഡൽഹിയിൽ UPSC ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് 3 അംഗ പട്ടിക തയ്യാറാക്കി വിവരമറിയിച്ചിരിക്കുന്നത്. DGP റാങ്കിലുള്ള റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ, അതുപോലെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ റവാഡ ചന്ദ്രശേഖർ, അതുപോലെ ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് ആ 3 അംഗ പട്ടികയിൽ ഇടം പിടിച്ചത്. നമുക്കറിയാം, സംസ്ഥാനം നൽകിയ പട്ടികയിൽ ഉണ്ടായിരുന്ന വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം, അതുപോലെ ബറ്റാലിയൻ ADGP, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ MR അജിത് കുമാർ, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള SPGയുടെ ഉപമേധാവി സുരേഷ് രാജ് പുരോഹിത് എന്നിവരെ കേന്ദ്രം പരിഗണിച്ചതേയില്ല. പട്ടികയിൽ ADGPമാരെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് കേന്ദ്രം അറിയിച്ചിരുന്നുവെങ്കിലും അത് അംഗീകരിക്കാൻ സംസ്ഥാനം കൂട്ടാക്കിയിരുന്നില്ല. എങ്കിലിപ്പോൾ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇനി ഏതായാലും കേന്ദ്രം നൽകിയ 3 അംഗ പട്ടികയിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രി പുതിയ പോലീസ് മേധാവിയായി നിയമിക്കുക തന്നെ ചെയ്യും. അതേ നടക്കുകയുള്ളൂ. ഡൽഹിയിൽ നടന്ന യോഗത്തിൽ ചീഫ് സെക്രട്ടറി ജയതിലക്, അതുപോലെ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ S ദർവേഷ് സാഹിബുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. 3 പേരുടെ ചുരുക്കപ്പട്ടിക മുഖ്യമന്ത്രിക്ക് കൈമാറാൻ ചീഫ് സെക്രട്ടറിയുടെ പക്കൽ കൊടുക്കുകയാണ് പതിവ്. എന്നാൽ സാധാരണ പട്ടിക മന്ത്രിസഭ ചർച്ച ചെയ്ത ശേഷമാണ് പുതിയ പോലീസ് മേധാവിയെ പ്രഖ്യാപിക്കുക. എന്നാൽ ഇവിടെ ദർവേഷ് സാഹിബ് 30-ാം തീയതി വിരമിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ തീരുമാനമെടുത്ത് അത് പ്രഖ്യാപിക്കുകയും ചെയ്യും. ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ചടങ്ങിൽ തന്നെ പുതിയ പോലീസ് മേധാവിക്ക് അധികാരം കൈമാറും. പക്ഷേ അതിൽ ഈ 3 പേരിൽ ഒരാളെ മാത്രമേ അധികാരം ഏൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും പിണറായി വിജയൻ ഭരണത്തിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് തന്നെ MR അജിത് കുമാറിനെ പോലീസ് മേധാവിയുടെ കസേരയിൽ ഇരുത്തുമെന്ന് എല്ലാവരും കരുതിയതാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും. നമുക്കറിയാം, തൃശ്ശൂർ പൂരം കലക്കാനും RSSനും പിണറായിക്കും ഇടയിലെ ഒരു പാലമാകാനും ഒക്കെ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു യോഗ്യതയായി കണ്ടവർ ഏറെയുണ്ട്. DGP ആക്കാനുള്ള നീക്കമെന്ന നിലയിൽ പിണറായി വിജയൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അജിത് കുമാറിനെ. എല്ലാ കാര്യത്തിലും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് അജിത് കുമാറിനെ രക്ഷിച്ചു കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ അവസാനം പട്ടിക വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ ഔട്ടായി.